എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്ന ഒരു അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. അതിനായിട്ട് തലേ ദിവസം തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. മാരിനേഷൻ ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. ചിക്കനിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ ഒരു സ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് ചിക്കൻ നന്നായി മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം ചിക്കൻ നമുക്ക് ഇന്നെടുത്ത് എണ്ണയിൽ, അതായത് ഓയിലാണ് ഉപയോഗിക്കേണ്ടത്, വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, അതിൽ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം സബോള, അതുപോലെ ക്യാപ്സിക്കം, മല്ലിയില, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം ചെറുതായി അരിഞ്ഞെടുത്തത്, പിന്നെ ടൊമാറ്റോ സോസ്, വിനിഗർ, സോയാ സോസ്, ഉപ്പ്, ഇത്രയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ചട്ടി ചൂടായതിനു ശേഷം അതിലോട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കേണ്ടത്. ഏതെങ്കിലും ഓയിൽ, വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ്. അങ്ങനെ ഓയിൽ ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് വെളുത്തുള്ളി അരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചെറുതായി ഒന്ന് മൂത്ത് വന്നാൽ മാത്രം മതി. ഒന്ന് ചെറുതായി മൂത്ത് വന്നതിന് ശേഷം സവോള അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇത് ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ കളർ പോലെ ആയി വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ ചിക്കൻ കറിക്ക് നമ്മൾ നന്നായി ബ്രൗൺ കളർ വരെ വഴറ്റിയെടുക്കുമല്ലോ, അത്ര ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല. അതിനുശേഷം അതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം കൂടി ചേർത്ത് അതിൻ്റെ ഒരു പച്ച മണം മാറുന്ന വിധത്തിൽ ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. നന്നായി വഴറ്റിയെടുക്കാം. അതിനുശേഷം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നന്നായി വഴറ്റിയതിന് ശേഷം ഒരു 1.5 സ്പൂൺ സോയാ സോസ് ഒഴിച്ച് നന്നായി വഴറ്റിയെടുക്കാം. വഴണ്ട് വരുമ്പോൾ അതിലോട്ട് കുറച്ച് ഒരു 2 സ്പൂണ് ടൊമാറ്റോ സോസ് ഉണ്ട്, 2 വലിയ ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. അതും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സോസെല്ലാം ഒഴിച്ച് ഇത് വഴറ്റുമ്പോൾ തന്നെ ഇതിനൊരു പ്രത്യേക മണമാണ്. നന്നായി വഴണ്ട് വരുമ്പോൾ അതിലോട്ട് കുറച്ച് ഒരു വിനിഗർ, നമ്മൾ എടുത്ത് വെച്ച വിനിഗറും കൂടി ചേർത്ത് ഒന്നും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിന് ടേസ്റ്റ് കൂട്ടാനായിട്ട് ഒരു സ്പൂൺ മുഴുവൻ, വലിയ സ്പൂൺ വേണമെന്നില്ല, ഒരു 1/2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓൾറെഡി സോസിനുള്ള ആ പുളിയും ഈ പഞ്ചസാരയുടെ മധുരവും എല്ലാം കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക രുചിയാണതിന്. പിന്നീട് നമുക്ക് കുറച്ച് തിളച്ച വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, അവനെയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം തന്നെ നല്ല സൂപ്പർ മണം വരുന്നുണ്ട്, എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട്. ചിക്കൻ നമ്മൾ ഓൾറെഡി വറുക്കുമ്പോൾ തന്നെ വേവിച്ചത് കൊണ്ട് ഇത് ഒരുപാട് നേരം ഇരുന്ന് വേകണേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മുടെ ചിക്കൻ ഏകദേശം ആയിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ ഒരു ചെറിയ ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റാം. യെസ്, നമ്മുടെ ചിക്കൻ കറി ഇതവിടെ സൂപ്പർ ടേസ്റ്റ്ലി റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ഒരു പ്രത്യേക ഇൻഗ്രീഡിയൻറ്റും കൂടിയുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ മല്ലിയില. മല്ലിയില ചോപ്പ് ചെയ്ത് വെച്ച മല്ലിയിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡിയാണ്. ഇപ്പോൾ നോക്കൂ, ഇതിൻ്റെ കളറും ഈ ടേസ്റ്റും ഈ കാണുന്നത് പോലെയല്ല. നിങ്ങളതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ അറിയാം, വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. സൂപ്പർ ടേസ്റ്റി ആൻഡ് നല്ല മണം ഇപ്പോൾ എല്ലാവിടെയും വരുന്നുണ്ട്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്